ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്ബയസ് അവതരിപ്പിക്കുന്ന വിശുദ്ധ റമളാൻ, വിശുദ്ധ ഖുർആൻ. യസ്ബയസ് റമളാൻ ക്യാമ്പയിൻ. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. بأيدينا قلت حيلتنا أدركنا يا شفيع المذنبين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ومن هو الآية الكبرى للمعتبرين ومن هو النعمة العظمى للمغتنمين. مولاي صل وسلم واعلموا أمة سيدنا ومولانا محمد. സർവാദരണീയരായ സാദാത്യങ്ങളും പണ്ഡിതന്മാരും പ്രാസ്ഥാനിക നേതാക്കളും സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സാധാരണക്കാരായ ചെറുപ്പക്കാര്, ഉപ്പമാര്, ഈ വേദിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാർ, നമ്മൾ 5-6 ദിവസമായി
വിജ്ഞാന വിരുന്നിന് മുമ്പിൽ ഒത്തുകൂടിയതായിരുന്നു. പാർട്ടികൾ കേമമാക്കാൻ മത്സരിക്കുന്ന ലോകത്ത് എന്റെ സൽക്കാര പാർട്ടി അയൽക്കാരന്റെ സൽക്കാര പാർട്ടിയേക്കാൾ ക്ഷേമമായിരിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ കഴിക്കുന്ന കല്യാണത്തിന്റെ പന്തലും അതിന്റെ ചിലവ് മാത്രം എൻ്റെ അയൽക്കാരന്റെ കുട്ടിയെ കെട്ടിക്കാൻ വന്ന മൊത്തം ചെലവ് വരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൂർത്തിലും അടിപൊളിയിലും മത്സരിക്കുന്ന ഒരു വിഭാഗം, എപ്പോഴും പാർട്ടി ക്ഷേമമാക്കണം, സമൃദ്ധമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ. ആ മനുഷ്യർക്കിടയിൽ നിന്ന് നമ്മളൊരുക്കിയ ഈ പാർട്ടി തിന്നാൻ സ്വാദുള്ള പാർട്ടിയാണ്. പാർട്ടി ക്ഷേമമാകുന്നത് വിഭവ സമൃദ്ധമാകുമ്പോഴാണെങ്കിൽ ഈ വൈജ്ഞാനിക വിരുന്ന് എല്ലാം കൊണ്ടും വിഭവസമൃദ്ധമായ വിശുദ്ധ ഖുർആനിന്റെ ശബ്ദം അതാണിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആയതുകൊണ്ട് തന്നെ ഭൂമി ലോകത്തുള്ള ഏറ്റവും നല്ല പാർട്ടി വിശുദ്ധ ഖുർആനാണ് എന്ന് പാർട്ടി എന്ന് കേൾക്കുമ്പോഴേക്ക് വരാനും പങ്കെടുക്കാനുമൊക്കെ താല്പര്യമുള്ള മനുഷ്യരെ വിളിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അൽ ഖുർആനു മഅ്ദുബത്തുല്ലാഹി ഫിൽ അർദ് ഫഅഖ്ബിലു അലാ മഅ്ദുബരിഹി മസ്തതഅ്തും. വിഭവസമൃദ്ധമായ ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ ഓടി വരൂലേ? ഒരു തങ്ങൾ പറഞ്ഞു, എങ്കില് ഈ ഭൂമിയിൽ വിളമ്പി വെച്ച ഒരുക്കി വെച്ച പാർട്ടികളിൽ ഏറ്റവും സമൃദ്ധമായ പാർട്ടി വിശുദ്ധ ഖുർആന്റെ സുപ്രക്ക് ചുറ്റുമുള്ള ഒത്തുകൂടലാണ്. അൽ ഖുർആനു മഅ്ദുബത്തുല്ലാഹി ഫിൽ അർദ് ഫഅഖ്ബിലു അലാ മഅ്ദുബതിഹി മസ്തതഅ്തും. ആകയാൽ എത്ര തന്നെ ബിസിയുണ്ടെങ്കിലും എത്ര തന്നെ ജോലി തിരക്കുണ്ടെങ്കിലും ഒഴിവില്ല, സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നാം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഖുർആൻ പഠനവേദികളിലേക്ക്, ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഒരുക്കുന്ന വിഭവസമൃദ്ധമായ സുപ്രയുടെ വട്ടത്തിലേക്ക് നിങ്ങൾ ഓടി വരണം. പരമാവധി നിങ്ങൾ എത്തണം കേട്ടോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 6 ദിവസം ചർച്ച ചെയ്ത വിഷയങ്ങള് സന്തോഷപൂർവ്വം കേൾക്കാനും ജീവിതത്തില് ഒരു തിരുത്തിന് സാധിക്കുമോ എന്ന് ചിന്തിക്കാനും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഓടിയെത്തിയിരിക്കുകയാണ്. എങ്കിൽ ഇന്ന് ഈ വേദി താൽക്കാലികമായി ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഈ വേദി ഇവിടെ അവസാനിച്ചാലും ഞാൻ പറഞ്ഞു, ഇതിന്റെ ഭാഷീഭാഗം കേൾക്കാൻ താല്പര്യമുള്ളവരാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹുവിന്റെ അടിമകളുടെ 12 ഗുണങ്ങളിൽ നമ്മൾ ഇവിടെ പറഞ്ഞത് 1-2 ഗുണങ്ങൾ മാത്രമാണ്. എന്നാൽ ഇതിന്റെ ഭാഷീഭാഗം കേൾക്കാൻ താല്പര്യമുള്ള 3 ഗുണങ്ങളാണ് നമ്മൾ ഇവിടെ പരാമർശിച്ചത്. ഇനി ഇതിന്റെ ബാക്കി ഭാഗം കേൾക്കാൻ താല്പര്യമുള്ളവർ SYS നാളെ മുതൽ എറണാകുളത്ത് ആരംഭിക്കുന്ന പരിപാടി, ആ പരിപാടിയുടെ സീഡികളും നിങ്ങൾ വാങ്ങി കേൾക്കാം. ബാക്കി ഭാഗങ്ങൾ കടന്നു വരുന്നത് അവിടെയാണ്. നേരത്തെ കണ്ണൂരിലെ പ്രഭാഷണ സീഡികൾ വാങ്ങണം, കേൾക്കണം എന്നുണർത്തിയിരുന്നു. അത് ഇവിടെ തന്നെ സദസ്സിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. എല്ലാവരും വാങ്ങിയവരാണ്, അറിഞ്ഞവരാണ്, അറിയാത്തവരാണ്, അറിയിച്ചവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ചർച്ച ചെയ്തതും നമ്മൾ ഒത്തുകൂടിയതും നമ്മൾ പിരിയുന്നതും എല്ലാം അല്ലാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിച്ചുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് വിഷയസംബന്ധമായ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയസംബന്ധമായി ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ലുദ്ദും ദൂർത്തും എന്ന ഒരു വിഷയമാണ്. ആക്ഷേപാർഹമായ
ഈ രണ്ട് വിഷയങ്ങളും ലുബ്ധും പാടില്ല, ധൂർത്തും പാടില്ല. ഇതിനെ രണ്ടും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു റബ്ബുൽ ഇസ്സത്തും ശക്തമായ രൂപത്തിലാണ് നമ്മെ വിലക്കുന്നത്. ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. വല്ലദീന ഇദാ അൻഫഖൂ, അല്ലാഹുവിന്റെ അടിമകൾ പിന്നീട് എങ്ങനെയുള്ളവരാണ്, അവരുടെ സ്വഭാവം എന്താണ്? ഇദാ അൻഫഖൂ, അവർ വല്ലതും ചിലവഴിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ, ചിലവഴിക്കേണ്ടിടത്ത് ചിലവഴിക്കുമ്പോൾ, ലം യുസ്രിഫൂ, ഇല്ല, അവരൊരിക്കലും അമിതമായി ചിലവഴിക്കുന്നവരല്ല, ധൂർത്തന്മാരല്ല. വലം യഖ്തുറൂ, അത് പിടിച്ച് ചെലവാക്കുന്നതുമല്ല. കൊടുക്കേണ്ട അളവിൽ കൊടുക്കേണ്ടത് കൊടുക്കാത്തവരല്ല എന്ന് പറഞ്ഞാൽ മുറിഞ്ഞെടുത്ത് പുരക്കാത്ത ബഹീലല്ല, ലുബ്ധനല്ല. മറിച്ച് വകാന ബൈന ദാലിക ഖവാമ, ഈ പറഞ്ഞ ധൂർത്തിന്റെയും ലുബ്ധിന്റെയും ഇടയ്ക്ക് ഒരു മധ്യമ സ്വഭാവം സ്വീകരിക്കുന്നവരാകുന്നു അവർ. വകാന ബൈന ദാലിക ഖവാമ, അവരുടെ ചിലവ് ക്രമം ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ മധ്യമായ രൂപമാകുന്നു. മിതവ്യയം നടത്തുന്നവരാണ് അല്ലാഹുവിന്റെ അടിമകൾ. അമിതമായി ചിലവഴിക്കുന്നവരല്ല, തീരെ കൊടുക്കാത്തവരുമല്ല. ഇത് രണ്ടും വിമർശിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ തിരുവചനങ്ങളിലൂടെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ശ്രദ്ധിക്കണം, ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കണം. ഇന്ന് ഈ വിഷയം പറയുമ്പോൾ, ധൂർത്തിന്റെ കാര്യം പറയുമ്പോൾ വളരെ കൂടുതൽ പറയാനില്ല. അതുപോലെ തന്നെ ലുബ്ധിനെ കുറിച്ച് പറയുമ്പോഴും, ധൂർത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ സുഹൃത്തിന് അതൊരു ഹോബിയാണ്. ധൂർത്തടിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാരൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാറണം. ഈ ശൈലി പാടെ മാറിയിട്ട് ആ പഴയ ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ മിതവ്യയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. കാലഘട്ടത്തിനനുസരിച്ചുള്ള പുരോഗമനങ്ങൾ ആവരുതെന്നല്ല പറഞ്ഞത്. ഓരോരുത്തരുടെ സ്ഥിതിയും ഗതിക്കും അനുസരിച്ചുള്ള ഡ്രസ് അവൻ ധരിക്കാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞത്. അവന്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു വീട് അവൻ എടുക്കാൻ പാടില്ലെന്നല്ല ഈ പറഞ്ഞത്. അവന്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു വാഹനം അവൻ ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. മറിച്ച് വെറുതെ ദൂർത്തടിച്ച് പണം തുലച്ചു കളയുന്ന മനുഷ്യൻ, അഖിലത്തുമാലുപത, ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും തുലച്ചു കളഞ്ഞുപോയി, തുലച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് ഖേദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഇത് രണ്ടിന്റെയും ഇടയിലാണ് ഒരു വിശ്വാസിയുടെ ചിലവ് ക്രമം ഉണ്ടായിരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു. ലം യുസ്രിഫു, അവർ ദൂർത്തടിക്കുന്നവരല്ല, അമിതമായി ചിലവഴിക്കുന്നവരല്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ലം യുജാവിസുൽ ഹദ്ദ ഫിൻ നഫഖ ഔ ലം യഅകുൽ തനഉം വലം യൽബസു ലിത്തസല്ലു. അതെ, അവർ വീട്ടു ചെലവ് നടത്തുന്നിടത്ത്, മറ്റു ചിലവുകൾ നടത്തുന്നിടത്ത് അവരൊരിക്കലും പരിധി മറികടക്കുന്നവരല്ല, ആവശ്യത്തിന് മാത്രം ചെലവിടുന്നവരാകുന്നു. എന്നാലോ വെറും ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്നവരല്ല. ജനങ്ങളുടെ മുമ്പിൽ വലിയ ക്രെഡിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വലിയ വലിയ ഡ്രസ്സുകൾ ധരിക്കുന്നവരല്ല അവർ. അതിലൊക്കെയും മിതവ്യയം
ശീലിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അടിമകൾ. ഇതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എന്നെയും നിങ്ങളും പഠിപ്പിക്കുന്നത് കാണാം. ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരിധി വിട്ട് കിടക്കാൻ പാടില്ലെന്നാണല്ലോ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. മുജാവസത്തുൽ ഖദർ, പരിധി മറികടക്കാൻ പാടില്ല. ഈ പരിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ലം യുൻഫിഖൂ ഫിൽ മആസി, തെറ്റുകുറ്റങ്ങളില് ഒരിക്കലും അവർ ചിലവഴിക്കുന്നവരല്ല. തെറ്റുകുറ്റങ്ങളിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഫിൽസാണ് ഒരു മനുഷ്യൻ കൊടുക്കുന്നതെങ്കിൽ 5 കാശ് തെറ്റായ മാർക്കറ്റിൽ 10 പൈസയാണ്, 25 പൈസയാണ്, കേവലം 1 ഉറുപ്പികയുടെ തുട്ടാണ്. ശരി, നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അത് മുജാവസത്തുൽ ഹദ്ദാണ്, പരിധി വിട്ട് കിടക്കലാണ്. അനുവദിക്കപ്പെടാത്ത മാർഗത്തില് ഒരിക്കലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തും റസൂലും ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഒരിക്കലും നിങ്ങൾ ചെലവഴിക്കാൻ പാടില്ല. അതേസമയം നന്മയുടെ മാർഗത്തിൽ അത്യാവശ്യം സാമ്പത്തികമായി ശേഷിയുള്ളവൻ, ആശ്വാസമുള്ള ഒരു മനുഷ്യന് നന്മയുടെ ഭാഗത്തേക്ക് ഗാനമേള, നാട്ടിൽ ഈദ് നൈറ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗാനമേളക്ക് 10 രൂപ സംഭാവന കൊടുത്താൽ അത് ദൂർത്താണ് എന്ന് പറയുന്ന ഇസ്ലാം ഇതുപോലുള്ള ഒരു വേദിക്ക് നിങ്ങൾ 10,000 കൊടുത്താലും ദൂർത്തല്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഒരു സഹാബി ഒരിക്കൽ ഒരു സഹാബിയെ കേൾക്കെ ഇങ്ങനെ പറഞ്ഞു, ലാ ഖൈറ ഫിൽ ഇസ്റാഫ്, ലാ ഖൈറ ഫിൽ ഇസ്റാഫ്, ദൂർത്തിൽ ഒരു ഗുണവുമില്ല, ദൂർത്തടിച്ച് ജീവിക്കുന്നതിൽ ഒരു ഗുണവുമില്ല. ലാ ഖൈറ ഫിൽ ഇസ്റാഫ്. എടുത്ത വഴിക്ക് അയാൾ ഇങ്ങോട്ട് പ്രതികരിച്ചു, വലാ ഇസ്റാഫ ഫിൽ ഖൈർ, നന്മയിൽ ദൂർത്ത് വരൂല്ല. ദൂർത്തടിക്കുന്നതിൽ നന്മയില്ലെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, നന്മയിൽ ദൂർത്ത് വരാനും പോകുന്നില്ല. കഴിവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, കഴിവില്ലാതെ ഉള്ളത് മുഴുവൻ നല്ല വഴിക്കാണെങ്കിലും ചെലവഴിക്കാൻ പാടില്ല. അത് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ചെലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് ഡിമാൻഡും ഉണ്ട്, ആർക്കേ ചെലവഴിക്കാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കഴിവുള്ള ഒരാള് നന്മയുടെ വഴിയിൽ എത്ര കൊടുത്താലും അത് ഏറെയല്ല. പക്ഷെ തിന്മയുടെ വഴിയിൽ വേണ്ടാത്തരത്തിൽ നിങ്ങൾ കൊടുത്തോ അതേറെയാണ്. ഗാനമേള കൊളിപ്പിക്കാനാണോ നിന്റെ കാശ് പോയത്? അതേറെയാണ്. നാട്ടിലെ അശ്ലീല പരിപാടികൾ സംഘടിപ്പിക്കാനാണോ നീ കാശ് കൊടുത്തത്? അതേറെയാണ്. കാളപ്പൂട്ട് മത്സരക്കണ്ടത്തിലേക്കാണോ ഹാജി സാഹിബ് 10,000 വലിച്ചെറിഞ്ഞത്? ഹാജി സാഹിബ് ഒന്നാം തരം ധൂർത്തൻ സാഹിബ് തന്നെയാണ്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഒരുപാട് മുതലാളിമാരുണ്ട്, കാളപ്പൂട്ട് കമ്പക്കാർ. പണം എറിയുന്നതില് യാതൊരു മാനവുമില്ലാത്ത ഒരു ടീമാണ്. ഒരുപാട് ഹാജിമാർക്ക് ഇത് വലിയ ഹരമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കാളയെ കൊണ്ടുവന്നിട്ട് ആ കാളയ്ക്ക് ദിവസവും 5,000-നും 10,000-നും ഭക്ഷണം കൊടുത്ത് ഈ കാളയെ കൊണ്ട് നിങ്ങൾക്കെന്ത് ഉപകാരമെന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു പ്രൗഢിയാണെന്നാണ്. ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പേര് പ്രൗഢി പ്രകടനമല്ല, ഇത് ഒന്നാം തരം റൗഡി പ്രകടനമാണ്. ഇത് അവസാനിപ്പിക്കണം ഒരു വിശ്വാസി. അയാളുടെ മഹല്ലത്തില് റേഷൻ വാങ്ങാൻ കഴിയാതെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. പാവപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണ വിഷയം പറഞ്ഞ് അയാളുടെ മുമ്പിൽ വന്നാൽ അയാളുടെ പേഴ്സിൽ നിന്ന് മണിപ്പേഴ്സിൽ നിന്ന് എങ്ങനെ വലിച്ചാലും കേവലം 10 രൂപ സംഭാവന കൊടുക്കുക. പള്ളിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ അത്രേ കൊടുക്കൂ, മദ്രസയുടെ കാര്യമെന്ന് പറഞ്ഞാൽ അത്രേ കൊടുക്കൂ. പക്ഷെ ഈ ഹാജിക്ക് കാളപ്പൂട്ട് മത്സരക്കണ്ടത്തിലേക്ക് 10,000 എറിയുന്നതിനൊരു വിഷയവുമില്ല. കാളപ്പൂട്ടു കണ്ടത്തില് മുന്നിലോടിയ ആ കാളയ്ക്ക് എന്തു വില പറഞ്ഞാലും കുഴപ്പമില്ല, അത് വാങ്ങിക്കളയാം എന്ന ഒരു തോന്നലാണ്. ഞാൻ പറയുന്നു, ഇവിടുത്തെ ഏറ്റവും വലിയ ദൂർത്തന്മാർ ഇവരാണ്. വലിയ ദൂർത്താണ് യഥാർത്ഥത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരിക്കലും ഇതിനെ, ഇത്തരം വേണ്ടാത്തരങ്ങളെ അല്ലാഹു ഒരിക്കലും വെറുതെ വിടുകയില്ല. കാളപ്പൂട്ട് മത്സരക്കണ്ടത്തിലേക്ക് 1000-നും 10,000-നും എറിയുന്ന മക്കളെ കാണുമ്പം, വാപ്പയെ കാണുമ്പം, ഉമ്മയെ കാണുമ്പം
മാതാപിതാക്കളെ കാണുമ്പോൾ അത്യാവശ്യമൊക്കെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ പിറന്ന ഇവന്റെ മക്കള് അവരുടെ പോക്കറ്റിലുമുണ്ട് വേണമെങ്കിൽ ഒരു 200-500 ഒക്കെ എടുത്ത് വിലസാൻ. അപ്പൊ അവരും ചിന്തിക്കുകയാണ്, വാപ്പ നടത്തും പോലെ സാധിച്ചില്ലെങ്കിലും എന്നാലാവുന്നത് ഞാനും നടത്തട്ടെ. അപ്പോഴാണ് അവൻ കമ്പനി കൂടി ഒരുപാട് വേണ്ടാത്തരങ്ങൾ ഒരുക്കുന്നത്. നാളെ പൂട്ടുമലരം എനിക്ക് ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നാളെ പെരുന്നാളല്ലേ, അല്ലെങ്കിൽ ഇന്ന് പെരുന്നാളല്ലേ, ഇന്ന് രാത്രി വേണമെങ്കിൽ ഒരു ഈദിനേറ്റ് നടത്താനുള്ള കാശ് എനിക്കും 4 ചെറുപ്പക്കാർക്കും വേണമെങ്കിൽ സംഘടിപ്പിക്കാനാവും. ഈ വാപ്പാക്ക് ഈ മോനെ ഉപദേശിക്കാൻ അർഹതയുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിർബന്ധമായും ദൂരത്തിൽ നിന്ന് ഈ സമൂഹം മാറി നിന്നില്ലെങ്കിൽ വലിയ അപകടമാണ് ഇത് വിളിച്ചു വരുത്തുന്നത്. നോക്ക്, നിങ്ങൾ ദൂരത്തിന് കാശറിയാൻ ഒരു പ്രയാസവുമില്ല. അശ്ലീലമായ പരിപാടികൾക്ക് നമ്മൾ കാശറിയുന്നു. നല്ല ഒരു പരിപാടി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിന് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത ലുബ്ധാണ്, പ്രയാസമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ആ പണം അങ്ങോട്ട് ഇറങ്ങിക്കിട്ടുന്നില്ല. ഈ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇതുകൊണ്ടാ പറഞ്ഞത്, തെറ്റുകളിൽ ചെലവഴിച്ചാൽ എത്ര ചെറുതാണെങ്കിലും അത് ദൂർത്താൻ. അതേസമയം ഹൈറായ മാർഗത്തിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ അത് ദൂർത്തല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, കൊടുക്കേണ്ട അവകാശം, മറ്റൊരാൾക്ക് കിട്ടേണ്ട അവകാശം ഒരാൾ തടഞ്ഞു വെച്ചാൽ, ഒരാൾ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കേണ്ടത് തടഞ്ഞു വെച്ചു കൊടുത്തില്ല, ഭാര്യയ്ക്ക് ഡ്രസ് കൊടുക്കേണ്ട അളവിൽ ഡ്രസ് കൊടുത്തില്ല, താമസ സൗകര്യം ഒരുക്കി കൊടുത്തില്ല, മറ്റേതെങ്കിലും കാരണങ്ങളാവാം, ഇങ്ങനെ ഒരാള് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ചെയ്തു കൊടുക്കാതെ തടഞ്ഞു വെച്ചാൽ ഫഖദ് ഖതറ, അവനാണ് ലുബ്ധൻ, അവനാണ് ലുബ്ധ് കാണിച്ചവൻ. അവൻ കൊടുക്കേണ്ട സക്കാത്ത് അവൻ കൊടുത്തു വീട്ടിയിട്ടില്ല. ആ സക്കാത്ത് ഇപ്പോഴും കടമായി കഴിയുകയാണ്. ഈ റമദാൻ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് ചില ആളുകളൊക്കെ കുറെ വാരിക്കോരി കൊടുക്കുന്നു എന്നല്ലാതെ കണക്ക് കൂട്ടി കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവർ വളരെ കുറവാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സക്കാത്ത് കടബാധ്യതയായി കിടക്കുന്ന ഒരു കാലം വരും. കുറെ അങ്ങനെ കണക്കൊന്നും നോക്കിയിട്ടുള്ള ഉസ്താദെ, അതങ്ങോട്ട് റമദാൻ മാസം വരുമ്പോൾ കുറയാണ്ട് കൊടുക്കുന്നു. ഇയാൾ എത്ര വാരി കൊടുത്താലും ഇയാൾക്ക് ശരിക്കും ഇയാളുടെ കൊല്ലം തികയുണ്ടോ? ഇയാളുടെ കച്ചവടത്തിന്റെ സ്റ്റോക്ക് വരെ എടുത്തിട്ട് അന്ന് വരെ ലാഭിച്ച ലാഭങ്ങളും കൂടെ മറ്റു മുതലുകളായി പരിണമിച്ചിട്ടില്ലെങ്കിൽ ആ ലാഭവും കൂടെ അസുല് മുതലിലേക്ക്, അടിസ്ഥാന മുതലിലേക്ക് കൂട്ടി പെരുക്കണം. എന്നിട്ട് അയാൾക്ക് ആ കൂട്ടിയ വലിയ സംഖ്യയുടെ സക്കാത്ത് നമ്മൾ ഇത്ര നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അയാൾ തല ചുറ്റി അങ്ങോട്ട് വീഴും. ഇതാ അയാൾ പറയുന്നത്, ഞാൻ കണക്കൊന്നും നോക്കല്ലോ സാറേ, വാരിക്കൂരിയാണ് കൊടുക്കലാണ്. കാരണം കണക്ക് നോക്കി അയാൾക്ക് കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് കണക്ക് നോക്കാത്തത്. അങ്ങനെ കുറെ ആളുകളുണ്ട്. ഞാൻ ഈ പറയുന്നത് വമ്പൻ പ്രാർത്ഥികളിൽ പലരും, വലിയ വലിയ മുതലാളിമാര് പലപ്പോഴും കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കാറില്ല. എന്നാൽ കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കുക തന്നെ വേണം. ആ സക്കാത്തിൽ മുതൽ അത്രയും, സക്കാത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ കാശിന്റെ സക്കാത്താണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് കാശായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾ മറ്റേതെങ്കിലും വസ്തുക്കൾ വാങ്ങിക്കൊടുത്തിട്ട് നിസ്കാരക്കുപ്പായം ഒപ്പിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ വസ്തുക്കൾ വാങ്ങിക്കൊടുത്തിട്ട് അത് സക്കാത്തിലേക്ക് വരവ് വെക്കുന്നത് ശ്രദ്ധിക്കണം. ഞാൻ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, കൊടുക്കേണ്ട ഹക്ക് ഒരാൾ കൊടുക്കാതിരുന്നാൽ ലാഭവിഹിതവും കൂടെ കൂട്ടണമെന്ന് ഞാൻ നേരത്തെ പറയാൻ കാരണം എന്താ പറയുക. ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്റെ ഏർപ്പാട് ഹോട്ടലാണ്. ഹോട്ടലിൽ ഇപ്പൊ സ്റ്റോക്ക് വിവരം എടുത്താൽ സക്കാത്തൊന്നും കൊടുക്കാനുണ്ടാവില്ലാണ്. കാരണം 10 പൊറാട്ട ഉണ്ടാവും, 4 ഗ്ലാസും ഉണ്ടാവും. സ്റ്റോക്ക് വിവരം എടുത്താൽ കൂടുതലൊന്നും ഉണ്ടാവില്ല കൊല്ലത്തിന്റെ അവസാനത്തിൽ സ്റ്റോക്ക് വിവരം എടുക്കുമ്പോൾ. അപ്പോ അവിടെയാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എഴുതി വെച്ചത്, ലാഭവിഹിതം അത് അസുലിലേക്ക്, അടിസ്ഥാന മുതലിലേക്ക് അതിനെ കൂട്ടപ്പെടണം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ലാഭവിഹിതം അത് പണമായി തന്നെയാണ് കിടക്കുന്നത്, അത് നല്ല ഒരു ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഉണ്ട് എങ്കിൽ അതും കൂടെ കൂട്ടണം. അത് കൂട്ടിയിട്ടാണ് കൊടുക്കേണ്ടതെന്നാണ്. അപ്പോഴാണ് അതിന്റെ തോത് വർദ്ധിക്കുന്നത്. ഇങ്ങനെ ഈ കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതെ
തടഞ്ഞു വെച്ച ആള് അയാള് ലുബ്ധനാണ്. ഇങ്ങനെ ലുബ്ധ് കാണിച്ചവനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെ ലുബ്ധ് കാണിച്ചാൽ നാളെ അതവന് ആ വസ്തുക്കൾ എത്രയും എടുത്തിട്ട് അവന് ഹാരാർപ്പണം നടത്തുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ് വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ്. അല്ലാഹ് കൊടുത്ത സമ്പത്ത് കൊണ്ട് ലുബ്ധ് കാണിക്കുന്ന ആളുകൾ വിചാരിക്കണ്ട, മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യമായി അല്ലാഹ് കൊടുത്തതാണ്. ആ സമ്പത്ത് കൊണ്ടാണ് അവർ ലുബ്ധ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ കൊടുത്തതിൽ നിന്നൊരൽപ്പം അവർ ചെലവഴിക്കുക തന്നെ വേണം. വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോഴേ മുത്തഖീങ്ങളാകും. അല്ലാഹു പറയുന്നു നെയ്യുണ്ടാക്കിയതിൽ നിന്ന് കൊടുക്കണമെന്നല്ല, നമ്മൾ കൊടുത്തതിൽ നിന്ന് അർഹതയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഈ ശബ്ദത്തിന് ആധികാരികതയുണ്ടെന്നാണ് അല്ലാഹു പറയുന്നത്. നീ ചിലവഴിക്കുമ്പോൾ നിനക്ക് കിട്ടിയ സ്വത്ത് നീ സ്വന്തമായി ഉണ്ടാക്കിയതല്ല, ബിസിനസ്സിൽ വലിയ കണ്ണനായിരുന്നു എന്നതാണ് നീ കാരണം പറയുന്നതെങ്കിൽ, ഹാറൂൻ മുതലാളി പറഞ്ഞതുപോലെ എന്റെ നൈപുണ്യം കൊണ്ട് കിട്ടിയതാണ് എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ വിട്ടാള. നിന്നേക്കാൾ വലിയ വലിയ നിപുണന്മാരും വലിയ വലിയ ബിസിനസ് കണ്ണന്മാരും ഒക്കെ തുലഞ്ഞ് അവരൊക്കെയും അതാ കുത്തുപാളെടുത്ത് നടന്നത് ഒരുപാട് പറയാനുണ്ട് ചരിത്രത്തിന്. ഖാറൂൻ മുതലാളി തുലഞ്ഞ് പോയിട്ടുണ്ട്. ആ ഖാറൂൻ മുതലാളിയെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നീ കാര്യമാലോചിക്കണം. അല്ലാഹു തആല എന്നോടും നിങ്ങളോടും പറയുകയാണ്, നിർബന്ധമായിട്ടും നിങ്ങൾക്ക് നാം തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്ന്. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇനി കേട്ടോളൂ, അത് തന്നെയാണ് അല്ലാഹു ഇവിടെയും പറയുന്നത്. അലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അല്ലാഹു അവർക്ക് കൊടുത്തത്, ആ കൊടുത്തത് കൊടുക്കാതെ ലുബ്ധ് കാണിക്കുന്ന ടീമില്ലേ, അവരൊരിക്കലും വിചാരിക്കണ്ട ഹുവ ഖൈറൻ ലഹും, അത് അവർക്ക് നല്ലതിനാണെന്ന് കരുതണ്ട. ബൽ ഹുവ ശർറുൻ ലഹും, മറിച്ച് അതവർക്ക് അപകടത്തിനാണ്. ഖുർആൻ പറയുന്നു ഈ എടുത്തുവെപ്പിലെ ഈ പൂത്തിവെപ്പ ഇഷ്ടംപോലെ സ്വർണം അതാ ബാങ്ക് ലോക്കറിൽ ഉറങ്ങുകയാണല്ലേ, മരവിച്ച് കിടക്കുകയാണ്. പണപ്പെരുപ്പത്തെ തകർത്തുകൊണ്ട് തടഞ്ഞു വെച്ച ബാങ്ക് ലോക്കറിൽ വിശ്രമിക്കുന്ന ഈ പെണ്ണുകൾക്ക് നീ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ സംഗതി അപകടമാകും, നീ കരുതണം. എങ്ങനെ ധരിക്കാനുള്ള ആഭരണങ്ങളായിട്ടുമല്ല, മറിച്ച് സമ്പാദ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് മുതലാളിമാര് സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇങ്ങനെ പലപ്പോഴും സ്വർണവും വെള്ളിയും ഒക്കെ കുത്തിവെക്കാറുണ്ട്. അവർ പേടിക്കണം, വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. നിങ്ങൾ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ സംഗതി ഗൗരവമായിരിക്കുമെന്നോർക്കുക. അങ്ങനെ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഓരോ വർഷത്തിലും കണക്കുകൂട്ടി സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് കച്ചവടത്തിന്റെ സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ഭൂമിക്ക് സക്കാത്തില്ല. ഇത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഭൂമിക്ക് സക്കാത്തില്ലല്ലോ. എന്നിട്ട് ഈ റിയൽ എസ്റ്റേറ്റുകാർ മുഴുവനും സക്കാത്ത് കൊടുക്കാതെ വിലസുന്നുണ്ട്. പറ്റൂല. റിയൽ എസ്റ്റേറ്റുകാർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കാരണം അവർ കച്ചവടച്ചേർക്കാ ഭൂമി. അവരുടെ ആവശ്യത്തിന് വേണ്ടി ഭൂമി എടുത്തിട്ടതല്ല, ഇന്ന് എടുത്ത് നാളെ കിട്ടിയാൽ മറിക്കും. കച്ചവടച്ചേർക്കാണോ റിയൽ എസ്റ്റേറ്റുകാരൻ സക്കാത്ത് കൊടുക്കണം. റിയൽ എസ്റ്റേറ്റുകാർ ഇവിടെ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ പാവങ്ങളും ഉണ്ടാവില്ല. കാരണം ആ കോലത്തിൽ വലിയ വലിയ മുതലാളിമാരാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിക്ക് സക്കാത്തില്ല എന്ന് പറഞ്ഞ് തൽക്കാലം തടി സലാമത്താക്കാൻ പറ്റൂല. കച്ചവടമേണ്ടോടുകൂടി എടുത്തതാണോ അതേ സമയം ഒരു 50 സെന്റ് സ്ഥലം വാങ്ങിയിട്ടു വിൽക്കണം എന്നതിന് ഉദ്ദേശമൊന്നുമില്ല. എന്നാൽ ഒത്തുവന്നാൽ വിറ്റുകൂടായില്ല, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അതിന് സക്കാത്തില്ല. അതേസമയം കച്ചവട ലക്ഷ്യത്തോടുകൂടെ കമ്പനിയായി നമ്മൾ എടുക്കുന്ന ഈ പരിപാടി, ഈ ഗ്രൂപ്പ് കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കുക തന്നെ വേണ്ടി വരും. കൊടുത്തില്ലെങ്കിൽ അല്ലാഹു പറയുന്ന മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും ഫയുതവഖൂന, അവർക്ക് മാലയായി ഹാരാർപ്പണം നടത്തപ്പെടും, അവർക്ക് മാലയായി അണിയിക്കപ്പെടും. മാ ബഖിലൂ ബിഹി, അവരെന്തുകൊണ്ടാണോ ലുബ്ധ് കാണിച്ചത് ആ സാധനം അവർക്ക് മാലയായി അണിയിക്കപ്പെടും. സ്വർണവും വെള്ളിയുമാണെങ്കിൽ അത് ചുട്ടുപഴുപ്പിച്ചിട്ട് അവരുടെ നെറ്റിക്കടങ്ങളിൽ വെച്ച് പൊള്ളിക്കും. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ ലുബ്ധ് കാണിച്ച മുതൽ
അതുകൊണ്ട് അവർക്ക് ഹാരാർപ്പണം നടത്തപ്പെടും. എല്ലാം കൂടെ അതാ കഴുത്തിരുട്ടി ഈ ഒരു ചിഹ്നവുമായിട്ടാണ് അവൻ പരലോകത്തേക്ക് കടന്നു വരുന്നത്. ഇതാ ഞാനൊരു കുറ്റവാളിയാണ്, ഞാനൊരു പുള്ളിയാണ്, എന്നെ പിടിക്കപ്പെടേണ്ടവനാണ് എന്ന വിളിയാളവുമായി, എന്ന അടയാളവുമായിട്ടാണ് അവൻ കടന്നു വരുന്നത്. ഖിയാമത്തുനാളിൽ അവര് ലുബ്ധ് കാണിച്ച മുതൽ അവരുടെ കഴുത്തിൽ അല്ലാഹു കൂട്ടിയിടും. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നു, വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും മരിച്ചൊടുങ്ങിയതിനു ശേഷം നിങ്ങളെന്തിനാ ലുബ്ധ് കാണിക്കുന്നത്? നിങ്ങൾ ഇതും കൊണ്ട് നാളെ പരലോകത്തേക്ക് പോകുകയോ ഇല്ല. ഈ ഭൂമിയെ അനന്തരമെടുക്കാൻ, ഈ സമ്പത്തൊക്കെ സ്വീകരിക്കാൻ റബ്ബ് മാത്രമാണുള്ളത്. നിങ്ങളൊക്കെ മരിച്ചു പോകാനുള്ളവരാണ്. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അനന്തരം പടച്ച റബ്ബിനാകുന്നു. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോട് ലുബ്ധ് കാണിക്കരുത് എന്ന് പറഞ്ഞ് സകാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത്, ചെലവഴിക്കേണ്ടത് ചെലവഴിക്കണം എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലല്ല, അള്ളാഹു തുലഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹുവിനെ ഒരു കൈ സഹായിക്കണമെന്ന അർത്ഥത്തിലല്ല. അള്ളാഹുവിന് ഇതിന്റെ മുഴുവൻ ഉടമാവകാശം പടച്ച റബ്ബിനാണ്. മാത്രമല്ല, നിങ്ങൾ ഇതുമായിട്ട് ഇത് വെച്ച് ലുബ്ധ് കാണിച്ച് പിശുക്ക് കാണിച്ച് നിങ്ങളെങ്ങോട്ട് അത് കൊണ്ടുപോകാൻ കിട്ടില്ല. ഇത് അള്ളാഹുവിന്റേതാണ്. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു അറിയുക മാത്രമല്ല, ആ അറിഞ്ഞത് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് വിചാരണ നടത്തുന്നവനാണവൻ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. എന്തായി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ എന്ന് പറഞ്ഞത്? ഖബീർ എന്ന് പറഞ്ഞാലും അലീം എന്ന് പറഞ്ഞാലും ഒരർത്ഥമല്ല. അലീം എന്ന് പറഞ്ഞാൽ അറിയുന്നവനാണ്, അല്ലാഹുവിനെല്ലാം അറിയാം, അതിൽ തന്നെ സൂക്ഷ്മമായി അറിയാം എന്ന അർത്ഥതലവും അവിടെ തന്നെ ഉണ്ട്. എന്നാൽ ഖബീർ എന്ന് പറയുന്നതിന് കേവലം സൂക്ഷ്മജ്ഞാനിയാണ് അല്ലാഹു എന്ന് അർത്ഥം പറയാനെങ്കിലും ആ അർത്ഥത്തിൽ ഒതുങ്ങിക്കൂടാ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, ഖബീർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ സമയത്തും നടക്കുന്ന കാര്യങ്ങള് അല്ലാഹു അറിയുന്നുണ്ട് എന്നു മാത്രമല്ല ആ കാര്യം ആ അടിമയുടെ മുഖത്ത് നോക്കിയിട്ട് ഖബർ പറയാൻ കഴിയുന്നവനാണ് അല്ലാഹു. കണ്ടോ, നമ്മൾ അറിഞ്ഞു എന്ന് കരുതി ഒരു കാര്യം നമുക്ക് അറിയാം, ഇന്ന ആള് വളരെ മോശക്കാരനാണ്, ഇന്ന വിഷയത്തിൽ അയാളുടെ കൈയുണ്ട്, ശരിക്കറിയാം. ആ നാട്ടുതമ്പുരാന്റെ കൈ അതിലുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ആ നാട്ടുമൂപ്പന്റെ മുഖത്ത് നോക്കി പറയാനുള്ള വോയിസ് നമുക്കുണ്ടാവില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന വേണ്ടാത്തരങ്ങൾ ഞാൻ അറിയുന്നല്ല, അറിയുന്നത് മുഖത്ത് നോക്കിയിട്ട് നീ ഇന്നത് ചെയ്തില്ലടോ എന്ന് ചോദിക്കും ഞാൻ. അത് ചോദിക്കാൻ കെൽപ്പുള്ളവനാണ്, കഴിവുകെട്ട റബ്ബല്ല ഞാൻ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം, അറിയുന്ന കാര്യം മുഖത്ത് നോക്കി പറയുന്നവൻ, ഇതാണ് ഖബീർ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഒരുപാട് സ്ഥലത്തുണ്ടത്. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. നാളെ പരലോകത്ത് വെച്ച് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, ആ വിഷമങ്ങൾ പൂർണ്ണമായിട്ട് നാളെ പരലോകത്ത് വെച്ച് അവർ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അവർ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഞാൻ അറിയുമെന്നു മാത്രമല്ല, ഞാനത് അവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുമെന്ന് അല്ലാഹു പറയുന്നു. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഞാൻ ഓതിവെച്ച ഈ ആയത്ത് സൂറത്തു ആല ഇംറാനിന്റെ 180-ാം വചനമാണ്. അതുകൊണ്ട് ആരൊക്കെയാണോ സക്കാത്ത് കൊടുക്കാതെ ഇവിടെ സമ്പാദിച്ചു വെക്കുന്നതെങ്കിൽ നല്ലോണം ഓർക്കുക, സക്കാത്ത് നിർബന്ധമാകുന്ന സമ്പാദ്യങ്ങളെല്ലാം കൂട്ടിക്കെട്ടി, ഭൂമിയാണെങ്കിൽ ഭൂമി 7 ഭൂമിയിൽ നിന്ന് പാതാളത്തിൽ നിന്നെടുത്ത് അവന് ആരാർപ്പണം നടത്തപ്പെടുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സാധിക്കുക എന്ന് നിങ്ങൾ കരുതണ്ട. ആകാശഭൂമികളെ രണ്ടും രണ്ടാക്കിയ റബ്ബി, അല്ലേ, മഹാവിസ്ഫോടനത്തിലൂടെ രണ്ടും രണ്ടാക്കിയ റബ്ബി, ആ റബ്ബിന് പ്രയാസമുള്ളതല്ല. അതെ, ഈ ഭൂമി ലോകത്ത് 32 കിലോമീറ്റർ മേലോട്ട് വായുമണ്ഡലം സംവിധാനിച്ച റബ്ബിന് അവന് പ്രയാസമില്ല. ഈ കാണുന്ന ഭൂമി 7 തട്ടിലേക്ക് താഴ്ത്തി പറിച്ചെടുത്ത് എന്റെ കഴുത്തിൽ ഹാരാർപ്പണം നടത്താൻ
എന്ന് മനസ്സിലാക്കിയേക്കുക. അതെങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കലാണ് ഒരു വിശ്വാസിക്ക് ഭൂഷണം. അള്ളാഹു അങ്ങനെ ചിന്തിക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു തആല പറയുന്നു, ഓ മുഅ്മിനീങ്ങളെ, ഹാ അൻതും ഹൗലാഇ തുദ്ഉന ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹി ഫമിൻകും മൻ യബ്ഖലു വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി വല്ലാഹുൽ ഗനിയ്യ് വഅൻതുമുൽ ഫുഖറാ وإن تتولوا يستبدل قوما غيركم ثم لا يكونوا أمثالكم. സൂറത്ത് മുഹമ്മദിന്റെ 38-ാം ആയത്തിലൂടെ അല്ലാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോടും നിങ്ങളോടും പറയുന്നു, നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹു തന്നതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കണമെന്ന ആഹ്വാനവുമായിട്ടാണ് അല്ലാഹു നിങ്ങളോട് പറയുന്നത്. അല്ലാഹു നിങ്ങളിലേക്ക് വരുന്നത്. ഹാ അൻതും, അല്ലയോ, ഹാ അൻതും ഹൗലായി, ഓ കൂട്ടരെ, തുദ്ഉൻ, നിങ്ങളെ ഇതാ വിളിക്കപ്പെടുന്നു, ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കുമ്പോൾ ഫമിൻകും മൻ യബ്ഖൽ, നിങ്ങളെ കൂട്ടത്തിൽ 6 പിശുക്കന്മാരുണ്ട്, തികഞ്ഞ ലുബ്ധന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പിശുക്ക് കാണിക്കുന്നവരുണ്ട്. എന്നാൽ വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സി, ആരാണോ ഇത്തരത്തിലുള്ള ഒരു മഹാലുബ്ധനായി മാറുന്നത്, അവൻ അവന്റെ ശരീരത്തിനെതിരെയാണ് ഈ പിശുക്ക് കാണിക്കുന്നത് എന്നവൻ ചിന്തിക്കട്ടെ. ഖുർആൻ പറയുന്നു, ഇത് നിങ്ങൾക്ക് നേട്ടാവൂല, ഇത് നിങ്ങൾക്ക് കോട്ടമേ ആകൂ. ആരാണോ ലുബ്ധ കാണിക്കുന്നത്, ആ കാണിക്കുന്നത് അവന്റെ സ്വന്തം ശരീരത്തിനെതിരെയാണ് എന്ന് ആലോചിച്ചു കൊള്ളണം. ومن يبخل فإنما يبخل عن نفسه, കാരണം നാളെ പരലോകത്ത് ഇതിന്റെ പേരിൽ ശക്തമായ ശിക്ഷ വരുമ്പോൾ അവൻ അറിയും ഇതെന്റെ ഗുണത്തിനായിരുന്നില്ല, തനിക്കെതിരെ തന്നെയായിരുന്നു തന്റെ പിശുക്കുകളൊക്കെയും എന്ന് അവന് ബോധ്യപ്പെടും. ഇത് ബോധ്യപ്പെട്ട ഒരു മനുഷ്യൻ ലുബ്ധിന്റെ വഴിയോട് പൂർണ്ണമായും സലാം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടാകും. ومن يبخل فإنما يبخل عن نفسه والله الغني. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരിക്കുമ്പോൾ അള്ളാഹു ചിലവഴിക്കണമെന്ന് പറയുന്നത് അതല്പം കടുപ്പത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നിനുമല്ല. നിങ്ങളെങ്ങനെ ചെലവഴിക്കുന്നുവെങ്കിൽ അതിന്റെ ഗുണം ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്കാ ലഭിക്കുന്നത്. നിന്റെ മുതലാളിയും നിന്റെ സുഹൃത്തിനെ സാധുവുമാക്കിയത് നിന്നെ പരീക്ഷിക്കാനാണ്, നിന്റെ സുഹൃത്തിനെയും കൂടെ പരീക്ഷിക്കാനാണ്. അവൻ ക്ഷമിക്കോന്നും നീ കൊടുക്കോന്നും നോക്കാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലാതെ അള്ളാഹു തുലഞ്ഞ ടീമാണ്. അള്ളാഹുവിന് നിങ്ങൾ വല്ലതും തരണമെന്ന അർത്ഥത്തിലല്ല. അല്ലാഹുൽ ഗനിയ്യ്, അല്ല പറയുന്നു, ഞാൻ നിന്നോട് സംഭാവന നൽകണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കണമെന്ന് പറയുന്നത്. വല്ലാഹുൽ ഗനിയ്യ്, അള്ളാഹു തുലഞ്ഞു പോയതുകൊണ്ടല്ല. പടച്ച റബ്ബ് എല്ലാത്തിനെ തൊട്ടും നിരാശ്രയനാണ്. നിങ്ങളെ ആശ്രയിക്കാതെ തന്നെ നിലകൊള്ളുന്നവനാണ് റബ്ബ്. നിങ്ങൾ അല്ലാഹുവിന് വെള്ളം വേണമെന്നില്ല, ഭക്ഷണം വേണമെന്നില്ല, മുണ്ട് വേണമെന്നില്ല, ഇതൊന്നും തന്നെ റബ്ബിന് വേണ്ട. അതുകൊണ്ട് തന്നെ സ്വയം നിലനിൽക്കാൻ സാധിക്കുന്ന പടച്ച റബ്ബി, സ്വയം നിലനിൽക്കുന്ന റബ്ബിന് നിങ്ങളുടെ ഒരാശ്രയവുമില്ല. അതേസമയം വഅൻതുമുൽ ഫുഖറാ, നിങ്ങളൊക്കെ ആ റബ്ബിന്റെ ആശ്രിതരുമാകുന്നു. അവനെ ആശ്രയിക്കാതെ ആശ്രിതരായ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. വഅൻതുമുൽ ഫുഖറാ, എങ്ങനെയാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്? നിങ്ങൾക്ക് ശ്വസിക്കണമെങ്കിൽ റബ്ബ് തരണ്ടേ? നിങ്ങൾക്ക് ആരോഗ്യം റബ്ബ് തന്നിട്ട് വേണ്ടേ? നിങ്ങൾക്ക് വെള്ളം അല്ലാഹു തന്നിട്ട് വേണ്ടേ? നിങ്ങൾക്ക് ഭക്ഷണം പടച്ച റബ്ബ് തന്നിട്ട് വേണ്ടേ? എങ്കിൽ ഇതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് കനിഞ്ഞു നൽകണമെങ്കിൽ, വീണ്ടും വീണ്ടും നൽകണമെങ്കിൽ നിങ്ങൾ എന്റെ പാവപ്പെട്ട അടിമകളോട് നിങ്ങൾക്ക് ദയാവായ്പ തോന്നണം. അവരെ സഹായിക്കാനുള്ള സന്മനസ് നിങ്ങൾക്ക് വേണം. അപ്പോഴാണ് അല്ലാഹു തആല നിങ്ങൾക്കും ഉദാരമായി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. വല്ലാഹുൽ ഗനിയ്യ് വഅൻതുമുൽ ഫുഖറാ വഇൻ തതവല്ലൗ, നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ എന്താ ഈ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ലുബ്ധ കാണിക്കുന്ന ജനതയുണ്ട്, എന്നാൽ നല്ല ഒരു വിഭാഗം ഇവിടെ സ്വതക്ക കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോഴിന്റെ ധാരാളം സ്വതക്ക ചെയ്യുന്ന ആളുകൾ ഞാൻ പലപ്പോഴും കരുതാറുണ്ട്.
ചില മുതലാളിമാരെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ദുനിയാവ് കൊടുത്തിട്ട് ദുനിയാവും ആഖിറവും നൽകിയല്ലോ എന്ന് പലപ്പോഴും നമുക്ക് അസൂയപ്പെട്ടു പോകുന്ന ചില മുതലാളിമാരുണ്ടാവാറുണ്ട്. ധാരാളം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കും. അവരുടെ ഒരു കാര്യങ്ങളും ഇല്ലാത്ത ഒരൊറ്റ സ്ഥാപനവുമില്ല. കേരളത്തിലെ ഏതൊരു സ്ഥാപനം കേരളത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ടോ അതിൽ അയാളുടെ ഒരു കയ്യെങ്കിലും അതിലുണ്ട്. ചെറിയ ഒരു സഹായമെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു 10 റിയാലെങ്കിലും അതിലുണ്ട്, 10 ദിർഹംസെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ കേവലം 10 രൂപയെങ്കിലും അതിൽ അയാൾ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് നല്ലതിനു വേണ്ടി കൊടുക്കാൻ മനസ്സുള്ളവർ. അള്ളാഹു പറയുന്നു, അവരുള്ളത് കൊണ്ടാണ് ഈ ഭൂമി ഇവിടെ നിലനിൽക്കുന്നത്. നിങ്ങൾ കൊടുക്കാതെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ലോകത്തുള്ള മുഴുവൻ ആളുകളും സ്വതക്ക കൊടുക്കാതെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഖൗമൻ ഗൈറക്കും വലാ യകൂനൂ സുമ്മ ലാ യകൂനൂ അംസാലക്കും. അവൻ മറ്റൊരു പുതു ടീമിനെ ഇവിടെ പകരം കൊണ്ടുവരും. യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ടീമിനെ ഇവിടെ കൊണ്ടുവരും. സുമ്മ ലാ യകൂനൂ അംസാലക്കും, പിന്നീട് നിങ്ങളുടെ ആ ചീഞ്ഞ സ്വഭാവം അവർക്കുണ്ടാവൂല. അവർ നിങ്ങളെപ്പോലെ ആയിരിക്കില്ല. കൊടുക്കുന്നവരായിരിക്കും, സഹായിക്കുന്നവരായിരിക്കും, കണക്കുകൂട്ടി സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും, സുന്നത്തായ സ്വതക്കകൾ നിർവഹിക്കുന്നവരായിരിക്കും, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ധാരാളം ചിലവഴിക്കുന്നവരായിരിക്കും. അവർ നിങ്ങളുടെ സ്വഭാവമുള്ളവരാവില്ല. അപ്പോൾ ഈ ഭൂമി നിലനിൽക്കുന്നത് ശിശുക്കന്മാരായ നമ്മളെയും താങ്ങി ഈ ഭൂമി ഇവിടെ നിൽക്കാൻ കാരണം ഒരുപാട് ഉദാര മനസ്കർ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അവരും കൂടെ ഇല്ലായിരുന്നെങ്കിൽ അല്ലാഹു പറയുന്നു, ഒരു നവതലമുറ ഇവിടെ കൊണ്ടുവരും, അവർക്ക് നിങ്ങളുടെ സ്വഭാവം ഉണ്ടായിരിക്കില്ല. സൂറത്ത് മുഹമ്മദിന്റെ 38-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നിർബന്ധമായി കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. അത് നമുക്ക് ലുബ്ധുണ്ടാവാൻ പാടില്ല. എന്നാൽ കൊടുക്കുന്നിടത്ത് നമുക്ക് ധൂർത്തുമുണ്ടാവാൻ പാടില്ല. അത് രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ പറഞ്ഞത്, മൻ ഹഖൻ, ഒരാള് ഒരവകാശത്തെ തടഞ്ഞു വെച്ചു, ഫഖദ് ഖതറ, അയാള് ലുബ്ധനാണ്. വമൻ അഅതാ ഫീ ഗൈരി ഹഖ്, അവകാശപ്പെടാത്ത മാർഗത്തിന് 5 ഫിൽത്തായാലും ആരെങ്കിലും ഒരാൾ കൊടുത്താൽ, അവകാശപ്പെടാത്തതിന് കൊടുത്താൽ, ഗാനമേള ഒരുക്കാൻ, കളപ്പൂട്ടൊരുക്കാൻ, നാട്ടിലെ ചെറിപ്രസംഗങ്ങൾ ഒരുക്കാൻ, ഇങ്ങനെ അനുവദിക്കപ്പെടാത്ത ഒരു സദസ്സിലേക്ക് 10 രൂപ നീ കൊടുത്തിട്ടുണ്ടോ? അവൻ ലുബ്ധനാണ്, അവൻ ധൂർത്തനാണ്, അവൻ ധൂർത്തടിച്ചവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. പിന്നെന്താ വേണ്ടത്? വകാന ബൈന ദാലിക ഖവാമ, രണ്ടും ലെവലൊപ്പിച്ചുകൊണ്ട് ധൂർത്തുമല്ല എന്നാൽ പിശുക്കുമല്ല, അത് രണ്ടിനുമിടയിൽ ഖവാമ, മിതവ്യയമാണ് മുസ്ലിം ശീലിക്കേണ്ട. മിതമായ ചിലവ് രീതിയാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ശീലിക്കേണ്ടത്. നമുക്കിടയിൽ ഇന്ന് ഈ കാണുന്ന ധൂർത്തുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, മൽ ഇസ്റാഫ്, എന്താണ് ധൂർത്ത്, പറഞ്ഞു തരുമോ? ഞാൻ പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വ്യാഖ്യാന പ്രകാരം ഈ ഇരിക്കുന്ന ആരെങ്കിലും ധൂർത്തന്മാരുടെ പട്ടികയിൽ പെടാത്തതുണ്ടോ? ചിന്തിച്ചോളൂ. ധൂർത്തടിച്ചാൽ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഇന്നൽ മുബദ്ദിരീന കാനൂ യഹ്വാന ശയാത്തീൻ, അവർ പിശാചിന്റെ കൂട്ടാളികളാണെന്നാ പറഞ്ഞത്. അത് മുന്നിൽ വെച്ചിട്ട് തന്നെ ഓർത്തോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന അസ്കഫൻ, ധൂർത്താവാൻ എമ്പാടും മതി. അൻ യസ്തഹിയ الرجل شيئا അല്ലാ യസ്തഹിയ الرجل شيئا ഇല്ല ഇസ്തറാഹു ഫഅകലഹു, എന്തെങ്കിലും ഒരു വസ്തുവിനോട് മോഹം വന്നാൽ പിന്നെ അത് വാങ്ങാതെയും തിന്നാതെയും നിൽക്കാൻ അവന് കഴിയുന്നില്ല. ഇത് ധൂർത്താണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നേരം വെളുത്ത് ഉച്ച സമയം വരെ വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് പൂളിവാരി 1000-നും 1500-നുമൊക്കെ അധ്വാനിക്കുന്ന ചെറുപ്പക്കാരുണ്ട്.
പലതരത്തിൽ പല ഫീൽഡിൽ ജോലി ചെയ്തിട്ട് ഹലാലായ മാർഗത്തിൽ ദിവസവും 1000 1500 ഉണ്ടാക്കുന്ന ചെറുപ്പക്കാര്, ആ ചെറുപ്പക്കാരൻ ചിന്തിക്കോ ഇപ്പൊ ഒരു സംഗതി അങ്ങോട്ട് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നുമ്പോഴേക്കത് വാങ്ങി ചെയ്തു. ഇതാണ് ദൂർത്ത് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞെങ്കിൽ അങ്ങാടിയിൽ വരുമ്പോ ഇവന് തോന്നുകയാണ് ഫാസ്റ്റ് ഫുഡിന്റെ കട കാണുമ്പം ഒന്ന് കയറാതിരിക്കാൻ വയ്യ. ഇവനും ഇവന്റെ സുഹൃത്തുക്കളും കൂടെ കയറി. അതാ നല്ല ഒരു സംഖ്യ. ഇവന്റെ മാസം ബില്ല് 250-300 രൂപയാണ്. നല്ല ഒരു സംഖ്യക്ക് തിന്ന് മുടിച്ചിറങ്ങി 500 രൂപ കൂലി കിട്ടിയ 1000 രൂപ കൂലി കിട്ടിയ ഈ സഹോദരൻ 300-നും 500-നും തിന്നിറങ്ങുമ്പം അയാൾ ഓർത്തില്ല ഒരു 100 രൂപക്ക് വേണ്ട 50 രൂപക്ക് എനിക്ക് മാംസം വാങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മത്സ്യം വാങ്ങിയിരുന്നെങ്കിൽ അത് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഞാൻ ഈ തിന്നതിലേറെ സന്തോഷത്തിൽ ഭാര്യയുടെ കൈകൊണ്ട് പാചകം ചെയ്ത് പല പ്രിയപ്പെട്ട മക്കൾക്കും കൂടെ അതിന്റെ ഭാഗം ആസ്വദിക്കാൻ കഴിഞ്ഞ് കുടുംബസമേതം തിന്നാൻ കഴിയുമെന്നറിയുന്ന ഇയാളാണ് വെറുതെ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ ഇയാളുടെ ആർത്തി കാരണം എന്നും 300-നും 400-നും 500-നും ഒക്കെ ഇടക്ക് തിന്ന് തുലക്കുന്നത്. ഇത്തരം ആളുകൾ വളരെ ഗൗരവത്തോടെ കാണണം. ഒരു കാരണവശാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ വഴി നമ്മൾ സ്വീകരിച്ചുകൂടാ. നമ്മുടെ ഭാര്യമാരെ മറന്നുകൂടാ. നമ്മുടെ മക്കളെ നമുക്ക് മറക്കാൻ പാടില്ല. അവരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ലുബ്ധന്മാരുടെ പട്ടികയിലാണ്. അതേ സമയം നമ്മൾ മാത്രം മോഹിച്ചതെല്ലാം വാങ്ങിത്തിന്നാൽ, മോഹിച്ചത് വാങ്ങിത്തിന്നാൻ തുടങ്ങിയാൽ നമ്മൾ ദൂർത്തന്മാരുടെ പട്ടികയിലുമാണ്. ഒരുമിച്ച് തന്നെ ദൂർത്തനും ലുബ്ധനും കൂടെ ഒരുമിച്ചാകുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനങ്ങളോട്, എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, വളരെ കഷ്ടപ്പെട്ട് എന്നും ഇതുപോലെ സമ്പാദിക്കാൻ കഴിയില്ല. ആവും കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ പണം അടിച്ച് പൊളിച്ച് തുലക്കല്ല. പിന്നെ 60 കഴിയുമ്പോഴാണ് 70 കഴിയുമ്പോഴാ പറയുന്നത്, ഉസ്താദേ ഇന്നുവരെ ഒരു ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇയാള് 5 കൊല്ലം ഹോട്ടലിൽ കൊണ്ടുപോയി ഇടുന്നത് ഈ ചെറുപ്പക്കാരൻ ഇയാൾ നിക്ഷേപിച്ചിരുന്നെങ്കിൽ, അത് ഇയാൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇയാൾക്ക് ഹജ്ജിന് പോകാനുള്ള പണമൊപ്പിക്കാൻ കഴിയായിരുന്നു. പക്ഷേ അതിനയാൾ ശ്രദ്ധിച്ചില്ല. കിട്ടും കാത്ത അതാ തിന്നു മുടിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ വിളിക്കാറുള്ളത്? വിളിക്കാൻ വേണ്ടിയാണോ നമ്മൾ റീചാർജ് ചെയ്യാറുള്ളത്? അതോ റീചാർജ് ചെയ്യാൻ വേണ്ടി വിളിക്കലാണോ? എങ്കിൽ വിളിക്കാൻ വേണ്ടിയാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ അത് മിതവ്യയമാണ്. റീചാർജ് ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും വിളിക്കുകയാണെങ്കിൽ ഒരു കാർഡ് കയറ്റിയിട്ട് ദിവസം എത്രയായി തീർന്നു കിട്ടണ്ടേ? ഇത് അമിതവ്യയമാണ്, അത് ഇസ്റാഫാണ്. ഭക്ഷണം ജീവിക്കാൻ വേണ്ടിയാണോ ഭക്ഷണം കഴിക്കുന്നത്, അതോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നോ? ഇതിനുത്തരം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏതാണുള്ളത് എന്ന് ബോധ്യപ്പെടും. യാത്ര ചെയ്യാനാണോ വാഹനം, അതോ വാഹനത്തിന് വേണ്ടി യാത്ര ചെയ്യുകയാണോ? വാഹനത്തിന് വേണ്ടി യാത്ര ചെയ്യുകയാണോ, അതോ യാത്ര ചെയ്യാൻ വേണ്ടി വാഹനം വാങ്ങുകയാണോ? ചിന്തിച്ചാൽ സ്വയം ജീവിതം നമ്മൾ തിരുത്തിക്കളയും. ഓരോരുത്തരും കണ്ടില്ലേ, നിങ്ങൾ താമസിക്കാനാണോ വീട്, അതോ വീടിനു വേണ്ടി താമസിക്കുകയാണോ? ഇതൊക്കെയല്ലേ ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ. ഒന്നും മിതവ്യയമാണ്, ഒന്ന് അമിതമാണ്. ധൂർത്തന്മാരുടെ പട്ടികയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കണം. അപ്പോൾ കണ്ണിൽ കണ്ടതെല്ലാം മോഹിച്ചതെല്ലാം വാങ്ങിത്തിന്നാൽ അവൻ വലിയ ധൂർത്തനാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നു. കഫാ സറഫൻ അല്ലാ യസ്തഹിയർ റജുലു ശൈഅൻ ഇല്ലാ തറാഹു ഫഅകലഹു. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ലെവലൊപ്പിച്ച് അതിലെ സന്തുലിതാവസ്ഥ ഒപ്പിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ദൂർത്തിലേക്കോ പിറുക്കിലേക്കോ ലുബ്ബിലേക്കോ രണ്ടാലൊരു ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കരുത്. നമ്മൾ നേരെ ചൊവ്വേ പോകണം. രണ്ടിന്റെയും നടുക്കാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അതാണ് കവാമ എന്ന് പറയാൻ തന്നെ കാരണം. രണ്ടിന്റെയും നടുക്കായിരിക്കും അത് വരിക. ഇവിടെ നിന്ന് അങ്ങോട്ടകന്നാൽ അളന്നാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളന്നാലും ലുബ്ബിലേക്ക് ഒരകലം, അതുപോലെ തന്നെ പിശുക്കിലേക്കും ഒരകലം. ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. ബഹുമാനപ്പെട്ട
അബ്ദുൽ മലിക് ബിൻ മർവാൻ റളിയല്ലാഹു അൻഹു തന്റെ മോളെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിന് കല്യാണം ചെയ്തു കൊടുക്കുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ചോദിക്കുകയാണ്, എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരുന്നുണ്ട്, ശരി തന്നെയാണ്, എങ്ങനെയായിരിക്കും അവൾക്ക് നീ കൊടുക്കുന്ന ചിലവ് ക്രമം? എന്റെ വീട്ടിൽ സന്തോഷത്തിൽ ജീവിച്ചു വളർന്ന എന്റെ മോള്, അവളെ നീ എങ്ങനെയാ നോക്കുക? എങ്ങനെയാണ് അവൾക്ക് ഡ്രസ്സ് കൊടുക്കുക? എങ്ങനെയാണ് അവൾക്ക് വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, താമസ സൗകര്യം കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി കണ്ടോ? അൽ ഹസനതു ബൈന സയ്യിഅതൈൻ, അൽ ഹസനതു ബൈന സയ്യിഅതൈൻ, മോശപ്പെട്ട രണ്ടു കാര്യങ്ങൾക്കിടയിലുള്ള മിതമായ സ്വഭാവമായിരിക്കും എന്റേത്. ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ ഉടനെ തന്നെ മനസ്സിലാക്കി ഉമർ ബിൻ അബ്ദുൽ അസീസ് സംസാരിച്ചത് ഖുർആൻ കൊണ്ടാണ്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു. ഇസ്റാഫ് മോശമാണ്, ഖതറും മോശമാണ്, ലുബ്ദും പാടില്ല, ധൂർത്തും പാടില്ല. അതിന്റെ നടുക്കായിരിക്കും ഞാനെന്നാ പറഞ്ഞു. ആക്ഷേപാർഹമായ രണ്ട് സ്വഭാവങ്ങളുടെ നടുക്കാണ് എന്റെ സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുക. മിതമായ ഡ്രസ്സ്, മിതമായ ഭക്ഷണം, മിതമായ വെള്ളം, മിതമായ താമസ സൗകര്യം, ഇതൊക്കെ ഞാൻ ഒരുക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ മിതമായിട്ടായിരിക്കണം എല്ലാ വിഷയവും നമ്മൾ ചെലവഴിക്കേണ്ടത്. ഭാര്യക്കാഴ്ചതോറും ഉടുപ്പം ഡ്രസ്സുകൾ മാറ്റി മാറ്റി കൊടുക്കുന്ന പരിപാടി പാടില്ല. വെറുതെ കിട്ടുന്ന പണം തുലച്ചുകളയരുത്. ഇത് ജനങ്ങൾക്ക് ഖിവാമായിട്ട് അല്ലാഹു നിശ്ചയിച്ചതാണ് മുതൽ. ഖുർആൻ ഈ കാര്യം പറയുന്നുണ്ട്, ജനങ്ങളുടെ നിലനിൽപ്പാണ് സമ്പത്തെന്ന്. ജനങ്ങളുടെ ജീവിതോപാധിയാണ് സമ്പത്ത്, അത് നശിപ്പിച്ചു കളയാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ധൂർത്തന്മാരുടെ പട്ടികയിൽ നിന്നും അതുപോലെ തന്നെ ലുബ്ധന്മാരുടെ പട്ടികയിൽ നിന്നും, ലുബ്ധുണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളും ഉപകരിക്കില്ല, വേറൊരുക്കും ഉപകരിക്കില്ല. അപ്പോഴും പ്രശ്നമാണ്. ലുബ്ധുള്ള ഹാജി സാഹിബ്, അയാളെ ഭാര്യ 10 ദിവസം പനിച്ചു കിടന്നാൽ ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല, അല്ലേ? ലുബ്ധുള്ള ഈ ഹാജി സാഹിബ് അവിടെ തന്നെ ഇടും. അതേസമയം തൊട്ടടുത്തുള്ള കൂലിപ്പണിക്കാരൻ 100 രൂപയോ 200 രൂപയോ ദിവസം കഷ്ടിച്ചൊപ്പിക്കുന്നവരാണ്. മറ്റേയാൾക്ക് ലക്ഷങ്ങളാ വരുമാനം. ആ കൂലിപ്പണിക്കാരന്റെ ഭാര്യ പനിച്ചു കിടന്നാൽ ഉടനെ തന്നെ കൂലിപ്പണിക്കാരൻ എടുത്ത് ഹോസ്പിറ്റലിലെത്തിച്ച് വേണ്ട ചികിത്സകൾ വേണ്ടപ്പോൾ നൽകി. നോക്ക് നിങ്ങൾ, അത് കണ്ടിട്ട് ഈ മുതലാളിയുടെ ഭാര്യയുടെ മനസ്സ് പൊട്ടുകയാണ്. എനിക്കും ഉണ്ടല്ലോ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹംഗ് എന്ന് ഈ പെണ്ണിന് തോന്നിപ്പോവുകയാണ്. കാരണം ഒരു വകുപ്പില്ലാത്ത അയാള് 2 ദിവസം പനിച്ചു കിടന്നപ്പോഴേക്ക് കൊണ്ടുപോയി. ഞാൻ 8 ദിവസം കിടന്നാലും എന്റെ മൂപ്പ എന്നെ കുറിച്ച് തിരിഞ്ഞു നോക്കില്ല എന്ന ഒരു മാനസികാവസ്ഥ ആ പെണ്ണിന്റെ മനസ്സിൽ വന്നു പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യില്ല? രോഗമായാൽ ചികിത്സിക്കില്ല, മുണ്ട് കീറിയാലും പുതിയത് വാങ്ങിക്കൊടുക്കില്ല, തേക്കാൻ ആവശ്യമായ തേച്ചു കുളിക്കാൻ ആവശ്യമായ വാസനാ സോപ്പ് കൊടുക്കില്ല, അലക്കു സോപ്പ് കൊടുക്കില്ല, സാധനങ്ങളും ഉപകരണങ്ങളും വീട്ടുപകരണങ്ങളും വാങ്ങിക്കൊടുക്കുന്നിടത്ത് ഇയാൾ നന്നായിട്ട് ലുബ്ധ കാണിക്കും. അത് കാരണമായി ഒരു ഇല്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിലെ ഞെരുക്കവും പ്രയാസവുമായിരിക്കും ഈ മുതലാളിയുടെ ഭാര്യയ്ക്കുണ്ടാവുക. ഇതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇയ്യാകും വസ്സമർ ഫഇന്നഹു ഹുവൽ ഫഖർ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആർത്തിയെ നിങ്ങൾ കരുതിക്കോ, ഫഇന്നഹു ഹുവൽ ഫഖർ. കാരണം ആർത്തി ദാരിദ്ര്യമാകുന്നു. ആർത്തി ദാരിദ്ര്യമാകുന്നു. ആർത്തിയുള്ളവരെ ജീവിതത്തിൽ എപ്പോഴും ആ ദാരിദ്ര്യത്തിന്റെ നിഴൽപ്പാടുകൾ ഇയാളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അയാൾ നല്ലൊരു ചെരുപ്പിടോ അല്ല, നല്ലൊരു തുണി ഉടുക്കോ അല്ല, നല്ലൊരു കുപ്പായിടോ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ കയറി വരുന്നു. അയാൾ ഷർട്ടിട്ടില്ല. ഷർട്ടിടാത്ത ആ മനുഷ്യനെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല, ആ മനുഷ്യനൊരു ഷർട്ട് വാങ്ങാനുള്ള വകയില്ലേ? സഹാബത്ത് പറയുന്നു, ഉണ്ടല്ലോ നബിയെ, ധാരാളമുണ്ട്. വാങ്ങിക്കൊടുക്കാനുള്ള വകുപ്പ് ഇഷ്ടം പോലെ ഉണ്ട്, വാങ്ങി ഉടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ അയാൾക്ക് വാങ്ങി ഉടുക്കാനുള്ള വകുപ്പുണ്ടെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ലുബ്ധായി ദൂർത്തായി പോവണ്ട എന്ന് കരുതിയിട്ട് അയാൾ മാറി നിൽക്കുകയാണ്. ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേഗം പോയിട്ട് ആ മനുഷ്യനോട് പറ, അയാൾ നല്ല ഒരു ഡ്രസ്സ് വാങ്ങി ധരിക്കട്ടെ,
ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅ്മതിഹി അലൈഹി. അല്ലാഹ് ഒരാൾക്ക് ആശ്വാസം നൽകിയാൽ, അല്ലാഹ് ഒരാൾക്ക് അനുഗ്രഹം നൽകിയാൽ ആ അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ അവളുടെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ അത് കാണുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ഒന്നുമില്ലാത്ത ഒരു പാവം നടക്കുന്നത് പോലെ ഒരിക്കലും അത്യാവശ്യം വകുപ്പുള്ള ഒരാൾ നടക്കാൻ പാടില്ല. ആ പാവപ്പെട്ടവന്റെ ഭാര്യ അറിയും പോലെ ആ ഭാര്യയ്ക്ക് കിട്ടുന്ന ഭക്ഷണ രീതിയല്ല മുതലാളിയുടെ ഭാര്യയ്ക്ക് കിട്ടേണ്ടത്. മാറ്റം വേണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, ലിയുൻഫിഖു സഅതിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്. ലിയുൻഫിഖു സഅതിൻ മിൻ സഅതിഹി, ആശ്വാസമുള്ളവൻ അവന്റെ ആശ്വാസത്തിനനുസരിച്ച് കൊടുക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, സ്വന്തം ഭക്ഷണം തന്നെ ഞെരുക്കത്തിലാണെങ്കിൽ ഇന്നത്തെ അരിയൊപ്പിക്കുക എങ്ങനെയാണെന്ന് കരുതി മേലോട്ട് കൈപൊക്കുന്ന മനുഷ്യൻ, വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അള്ള കൊടുത്തതിൽ ഓഹരി അയാളും കൊടുക്കട്ടെ. ഞാനൊരു സാധുവാട്, ഞാനൊന്നും തരില്ല എന്ന പരിപാൽ പറ്റില്ല. അയാളും കൊടുക്കണം, കയ്യിലുള്ളതിനനുസരിച്ച് കൊടുക്കണം. ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, 10 പൈസയാണോ കൊടുക്കാൻ കഴിയുന്ന യാചകൻ എടുത്തു കൊടുക്കണം. 10 രൂപയാണോ ആ യതീംഖാനയിലേക്ക് കൊടുക്കാൻ കഴിയുന്നത് എടുത്തു കൊടുക്കണം. കയ്യിലുള്ളതെന്താണോ അതെടുത്തു കൊടുക്കാൻ തയ്യാറാവണം.